ഹായ്, ഇന്ന് നമുക്കൊരു ബിരിയാണി റെസിപ്പി കണ്ടാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ അത്. വളരെ സിമ്പിളുമാണ്, പിന്നെ അതിനകത്ത് ചിലവും കുറവാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചരുവ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മളതിനകത്ത് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടേ. സവാള ഒരു സവാള കൂടുതലുണ്ട്, ഒരു 1.5 സവാള അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയാണേ. എന്നിട്ട് നമ്മൾ അതേ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളൊരു വലിയ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റൈസിനുള്ളതാണേ, റൈസ് പറ്റിച്ചെടുക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിനകത്ത് കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യ്, ഇത് രണ്ടും കൂടി ഒഴിച്ച് കൊടുത്ത്. ഡാൽഡ കട്ടിയായിട്ടിരിക്കുന്ന ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് മസാലകൾ ഇടുന്നുണ്ട്. അപ്പം ജീരകമാണ് ആദ്യം ഇട്ടത്, വലിയ ജീരകം. പിന്നെ നമ്മൾ തക്കോലം ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രാമ്പിട്ട്. എന്നിട്ട് പിന്നെ നമ്മളതിനകത്ത് കുറച്ച് പട്ടയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി, എന്നിട്ട് ഒരു 1/2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടെ നല്ലതിൽ ഒന്ന് ഫ്രൈ ആകണേ. നല്ലതുമായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ അതിനകത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്യാരറ്റും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലി, പുതിന, അതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ 4 ഗ്ലാസ് അരിക്കാണ് നമ്മൾ 4 നാഴി അരി ഉണ്ടല്ലോ, അതിനുള്ള ചോറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് നമ്മൾ എടുക്കുന്ന പാത്രത്തിനകത്ത് ഒരു 1.5 പാത്രം, ഒരു പാത്രത്തിൽ നിറച്ച് അരിയാണെങ്കിൽ അതിൻ്റെ ഒരു 1.5 പാത്രം വെള്ളം വെക്കണം കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്ത് ബിരിയാണിക്ക് ഇടാനുള്ള റൈസിനകത്ത് ചേർക്കാനുള്ള ഇപ്പം സവാളയൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഫ്രൈ ആക്കി കോരി മാറ്റണേ. എന്നിട്ട് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ചരുവത്തിൽ തന്നെ കുറച്ച് സവാളയും ഇതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടായിരുന്നേ, ഒരു 8 സവാള ഉണ്ട് കേട്ടോ. ആ സവാള നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ടേ. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നേ, 3 കുടം വെളുത്തുള്ളി. അപ്പോൾ ഇതും 6 പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അരിയൊക്കെ ഇടാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. നമ്മൾ ഈ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഇടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് എത്രയാണോ അത്ര ഇടാം കേട്ടോ. ഞങ്ങൾക്ക് എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് ഞാൻ 6 പച്ചമുളക് എടുത്തത്. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് വാടി വന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് മറ്റേ അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലി പുതിനയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മളൊരു തക്കാളി, ഒരു 6 തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നേ. 6 തക്കാളി എന്ന് വെച്ചാൽ ഒരു 3 വലിയ തക്കാളി ഉണ്ടായിരുന്നു, ഒരു 3 ചെറിയ തക്കാളി ഉണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് വാടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വാടിയതിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ അടുത്ത അടുപ്പിനകത്ത് റൈസിന് ഒരു സമയം തന്നെയാണ് ഞാൻ ഇത് രണ്ടും ഉണ്ടാക്കുന്നത് കേട്ടോ. അടുത്ത അടുപ്പിനകത്ത് ഞാൻ റൈസിനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അരി ഇട്ട് ഉപ്പൊക്കെ നോക്കി നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇച്ചിരി വെള്ളത്തിൽ നിന്ന് ശകലം മുന്തി നിൽക്കണം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒരൊറ്റ ഫിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് നമ്മളിവിടെ ഉള്ളി വാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 സ്പൂൺ ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് എല്ലാം കൂടെ മിക്സഡായിട്ടുള്ളൊരു പൊടിയാണേ, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനകത്ത് കുരുമുളക് പൊടി ഒരു 2-3 ചെറിയ സ്പൂണ്, ടേബിൾ സ്പൂൺ, ചെറിയ സ്പൂണാണേ. അതിനൊരു 3 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ,
എന്നിട്ട് അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിടുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി, ഇതാണ് നമ്മുടെ ആ ഒരു കളർ. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഒരു ചെറിയ കപ്പ് വെള്ളമേ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് വേവാൻ വെക്കണം കേട്ടോ. ഒരു 3/4 ഭാഗം വരെ വേവണമേ. 3/4 ഭാഗം വരെ വെന്തതിന് ശേഷം അപ്പോഴത്തേക്ക് മറ്റേ കുക്കറിനകത്ത് ഒരു ഫിസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫിസിൽ ഇട്ട് ഞാൻ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് കണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അടിക്കൊന്നും പിടിക്കരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാനുണ്ട്, നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ആയിട്ടൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റൊക്കെ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി. നിങ്ങളെപ്പോഴും വീട്ടിൽ തൈരൊക്കെ വെച്ചിട്ടുള്ളൊരു ബിരിയാണിയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തൈര് ഒഴിക്കാതെ എങ്ങനെയാണോ ഇതുണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കി. പിന്നെ ഇതിനകത്ത് നമ്മൾ റൈസ് നല്ല അടിപൊളിയായിട്ട് റൈസ് വന്നിട്ടുണ്ട്, കറക്റ്റ് വെള്ളമായിരുന്നു, നല്ല വേവായിരുന്നു, എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഡാൽഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാൽഡ നമ്മളൊരു 100 ഗ്രാം ഡാൽഡയെങ്കിലും ഇത്രയും റൈസിന് ചേർക്കണം കേട്ടോ. 100 ഗ്രാമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നെയ്യ്. അപ്പോൾ അതൊക്കെ ഇതാക്കിയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ദമ്മ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ദമ്മിനായിട്ട് ചോറ് ഇങ്ങനെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പം എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കൊക്കെ തരണേ കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. ഈ രീതിയിൽ തന്നെ വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും മല്ലിപ്പുതിന, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനം കൂടി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിനകത്ത് വിതറി കൊടുക്കുവാണേ. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കത്തില്ല, എസൻസ് ചേർക്കത്തില്ല. എനിക്ക് ഈ മസാല കുത്ത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേളിൽ മസാലയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ആ മസാലയ്ക്കകത്ത് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് എടുക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് ഗരം മസാലയുടെ മണത്തിന് വേണ്ടി നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ റൈസിൽ ചേർക്കാറില്ലേ. ഇത്രയാണ്. അപ്പം എല്ലാവരും ഇതെന്തായാലും ഉറപ്പായിട്ട് ഇത് വെച്ച് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പിന്നെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഇതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുവേ. അത്രയും നല്ലൊരു ടേസ്റ്റാണ്. അത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാലേ അത് അത്രയും മനസ്സിലാവത്തുള്ളൂ. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇതിപ്പോഴും പച്ചയ്ക്ക് തന്നെ ചിക്കൻ വെക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് പച്ചയ്ക്ക് വെക്കുന്നതാണ്. അപ്പം ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇത്ര ടേസ്റ്റൊന്നും കിട്ടാറില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് അതിനകത്ത് കണ്ട ദമ്മ് ചെയ്യാൻ വേണ്ടി ചെറിയ തീയിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണേ. ഒരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെച്ചേക്കണം. ഞാൻ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് തുറന്ന് നോക്കി കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ട് ആവിയൊക്കെ വന്ന്, നല്ല പുറത്ത് ആവിയൊക്കെ വന്നിങ്ങനെ നമുക്ക് എന്താ പറയുക, ഭയങ്കര മണമായിരുന്നു. മണം വന്നപ്പോഴാണ് ഞങ്ങൾ വന്ന് പൊട്ടിച്ചത് കേട്ടോ. ദമ്മെടുത്ത് ഇവിടെ വിശപ്പൊക്കെ മക്കൾക്ക് തുടങ്ങി. അപ്പം മണമൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയുമ്പോൾ നല്ല മണം വരുന്നു, സൂപ്പറായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാം പാകത്തിനുണ്ടായിരുന്നു. സൂപ്പർ ബിരിയാണിയായിരുന്നു. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പപ്പടവും ഉണ്ടായിരുന്നു, സലാഡും ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാറൊന്നും ഇല്ലായിരുന്നേ. നമുക്ക് അങ്ങനെ അച്ചാർ ഇവിടെ അങ്ങനെ ഇടാറില്ല ഇപ്പം. കാരണം ഇവിടെ അച്ചാറിട്ട് അപ്പം പ്രഷർ കയറും. അതാണ് അച്ചാർ എന്താ ഒരുപാടായിട്ട് കോരി ഇങ്ങനെ ഉപയോഗിക്കും. അതാണ് ഞങ്ങൾ അച്ചാർ വേണ്ടെന്ന് വെച്ച്. അപ്പം ഇതാണ് നമ്മുടെ ബിരിയാണി ഫൈനൽ കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, തിന്നാനും അങ്ങനെ തന്നെ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം, കമൻ്റ് ഇടണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഇടുക കേട്ടോ. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.